കുട്ടമ്പുഴയിൽ കെ.സി.ബി ബോർഡ് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന് പരാതി. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ.സി.ബി ബോർഡ് ഏറ്റെടുത്തതാണ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഉദ്യോഗസ്ഥർക്കും മറ്റും ആവശ്യങ്ങൾക്കു വേണ്ടി പണിത ക്വാർട്ടേഴ്സ് നിലവിൽ ജീർണിച്ച അവസ്ഥയിലായതിനാൽ ഉടൻ പൊളിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ.സി.ബി ബോർഡ് 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഏറ്റെടുത്തതാണ് ഇന്ന് കുട്ടമ്പുഴയിൽ കെ.സി.ബി ബോർഡിലെ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പൂയംകുട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായാണ് കുട്ടമ്പുഴയിൽ ക്വാർട്ടേഴ്സ് പണിതത്. എന്നാൽ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം കുട്ടമ്പുഴയിൽ നിർമ്മിച്ച 25ഓളം ക്വാർട്ടേഴ്സുകൾ നശിച്ചു പോകുന്ന അവസ്ഥയാണുണ്ടായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 1 കോടി രൂപയോളം മുടക്കി ഇവിടെ ക്വാർട്ടേഴ്സുകൾ പണിതു. അതോടൊപ്പം പ്രോജക്റ്റ് സൈറ്റിൽ പിണ്ടിമേട്ടിലും 1 കോടി രൂപയോളം മുടക്കി അന്ന് 2 കോടി രൂപ കെ.സി ബോർഡ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ ക്വാർട്ടേഴ്സ് പദ്ധതി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കെ.സി ബോർഡിൻ്റെ തന്നെ ഇരിക്കുന്നു. പക്ഷേ അത് പൊളിഞ്ഞ് നശിച്ച് വന്യമൃഗങ്ങളും സാമൂഹിക വിരുദ്ധരുമൊക്കെ കയറി വഴി നടക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇതിൻ്റെ പരിസരത്തുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചെമ്പുവട്ടയം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെയൊക്കെ വീടുകളിലേക്ക് പോകാനും വരാനും ഉള്ള സൗകര്യങ്ങളോ അവരുടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. കുട്ടമ്പുഴ സർക്കാർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, വില്ലേജ് ഓഫീസ്, സർക്കിൾ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, ഡ്രൈവിംഗ് പരിശീലന മൈതാനം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന കെ.സി.ബി ബോർഡ് ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് കൂടി പകല് പോലും പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണിപ്പോഴുള്ളത്. ഞാനിവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ താഴെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് തന്നെ വരാൻ പേടിയാവും. ഇവിടെ ഈ ക്വാർട്ടേഴ്സ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്നാ നടക്കുന്ന നമുക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് വരുമ്പോൾ ആരും ഇല്ലെങ്കിൽ അയലക്കത്തെ വീട്ടിലൊക്കെ കയറി ഇരിക്കേണ്ട അവസ്ഥയാണ്. കൂട്ടുകാരും ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഗ്രൗണ്ടിൽ. പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്ന ഈ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് പറഞ്ഞു. ഈ പ്രദേശവാസികളുടെ ആഗ്രഹവും അതുപോലെ ഈ ഇതിൽ നടക്കുന്ന മറ്റ് കുട്ടികളുടെ അടക്കമുള്ള ആവശ്യം മാനിച്ച് ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ പ്രദേശം കളക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കംപ്ലീറ്റ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ സാധാരണ ജനജീവിതം സുഗമമാക്കുന്ന രീതിയിലേക്ക് നടപടികൾ അടിയന്തരമായിട്ട് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുക. ഒരു കാരണവശാലും നമ്മൾ ആ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല. സർക്കാർ മുതൽ സംരക്ഷിക്കട്ടെ. സർക്കാർ നമ്മുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇതുപോലെ നശിച്ച് ഒരു നാടിന് മുഴുവനും ദുരിതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം 1980 മുതൽ ഇത്രയും കാലമായിട്ട് കൈവശം വയ്ക്കുകയാണ്. വേണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കട്ടെ. അതാണ് ചെയ്യേണ്ടത്. പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ഭയം ഉളവാക്കുകയും ചെയ്യുന്ന ഈ ജീർണിച്ച ക്വാർട്ടേഴ്സുകൾ ഉടൻ പൊളിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾ ഒരു 83 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഏതാണ്ട് ഒരു 4-5 വീടുകൾ ചുറ്റിയാണ് ഈ ക്വാർട്ടേഴ്സ് ഉള്ളത്. അത് മുടിഞ്ഞ് നരങ്ങി കിടക്കുകയാണ്. ആ ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റി ഞങ്ങൾക്ക് സൗകര്യപ്രദമാക്കണം. വഴി എല്ലാം വനമായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു കൊച്ചങ്ങൾക്ക് പോലും തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആർക്കും ഉപകാരമില്ലാത്ത ഈ ക്വാർട്ടേഴ്സുകളൊക്കെ പൊളിച്ച് നീക്കി കളയുകയാണ് നല്ലത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൂകാംബിക കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച്. ഫാർമസിസ്റ്റ് എന്ന നിങ്ങളുടെ സ്വപ്നം ഇനി നിറവേറ്റാം. 2024 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മൂകാംബിക കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച്.